ഫ്രണ്ട്സ്, ഇന്നസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോ ഷോർട്സിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു യാത്ര പോകുന്നുണ്ട് നാളെ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ദിവസം ഇന്നാണ്. പിന്നെ കുറേ ലേറ്റായിട്ട് പറഞ്ഞ് സാധാരണ ലാഗടിപ്പിക്കാറുണ്ട്. നമുക്ക് സമയമൊന്നുമില്ല. അപ്പോൾ ട്രെയിൻ 6:10 അപ്പോൾ 6 മണിയായിട്ട് നമുക്ക് 10 റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലോട്ട് കയറണം. ഇനി കുറച്ചുള്ളൂടെ നടക്കാനൊക്കെ ആയിട്ട് എവിടേക്കാ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആന്ധ്രാപ്രദേശിലോട്ടാണ്. എന്തിനാ പോകുന്നൊക്കെ പറഞ്ഞു. പൊന്നു ഇവിടെ ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തി. ഇത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ആന്ധ്രാപ്രദേശിലോട്ടാണ്. എന്തിനാ പോകുന്നതൊക്കെ നമ്മൾ ട്രെയിനിൽ നിന്ന് പറഞ്ഞുതരാം. പിന്നെ അവിടെ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിട്ട് പോകുന്നത്. അപ്പം ആരാണ് അവിടെ എങ്ങനെയെന്നൊക്കെ നമ്മൾ വീഡിയോയിലൊക്കെ പറയാം. ഇനി ഫുള്ള് നമ്മൾ ദിവസം എപ്പിസോഡായിട്ട് വീഡിയോസ് ഇടാം കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സ്, ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഇന്ന്. എല്ലാവരും ശ്രദ്ധിക്കുക, ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. എൻ്റെ കയ്യിൽ നല്ല കിറ്റ് നിറയെ എന്തായാലും നമ്മുടെ ചിപ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് എടുക്കാന്ന് വെച്ചാൽ ഞങ്ങൾ ആന്ധ്രാപ്രദേശിലോട്ട് പോവുകയാണ്. നമ്മൾ ഇനി ട്രെയിൻ നാളെ രാവിലെ ഏകദേശം 5:30 മണിക്കാക്കാൻ. ഈ ട്രെയിൻ ഭയങ്കര സ്ലോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ 5:30 മണിക്ക് നമ്മൾ ട്രെയിൻ ഇറങ്ങുക. ഭയങ്കര കടുപ്പ്, കാരണം നമുക്ക് ഭയങ്കര ലേറ്റായിട്ട് നമ്മൾ സ്റ്റേഷനിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഭാഗ്യം കൊണ്ട് ട്രെയിൻ സ്ലോ ആയതുകൊണ്ട് വരുന്നത് കൊണ്ട് നമുക്ക് ഭാഗ്യമുണ്ട്. അല്ലെങ്കിൽ ട്രെയിൻ ഇപ്പോഴും ഇവിടെ നിൽക്കാക്കാരം, നമ്മൾ ഓടി വരുമ്പോൾ ഇവിടെ നിൽക്കാക്കാരം. അപ്പോൾ ഭാഗ്യമുണ്ട്. അപ്പോൾ നമ്മൾ ആന്ധ്രാപ്രദേശിലോട്ട് എന്തിനാ പോകുന്നതൊക്കെ നമ്മൾ ഇനി വരുന്ന വീഡിയോയിലൊക്കെ പറയാം. അപ്പോൾ ട്രെയിനിൽ കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ നിറയെ മെയിൻലൈസ് മാത്രമേ ഉള്ളൂ, പിന്നെ വാട്ടർ ബോട്ടിലും ഉണ്ട് കേട്ടോ. മെച്ചെനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. അപ്പോൾ ഇവിടെ തിന്നാ മതി. നമ്മൾ പെട്ടു, നമുക്ക് ഇവിടെ തിന്നാൻ നമ്മൾ പോവാണ് ആന്ധ്രാപ്രദേശിലോട്ട്. അവിടെ ലൈറ്റ് ഉണ്ട്. നമുക്കൊരു സീറ്റ് പോലെ ഇവിടെ ഇല്ലാത്ത ആളുണ്ട്, ഇവിടെ ഉണ്ട്. അപ്പൊ ഭാഗ്യം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതല്ല, ഈ അപ്പുറത്തെ ബോഗിയാണ്. അപ്പൊ എല്ലാവരും ഇവിടെ ഉണ്ടെങ്കിൽ കടക്കാനായിട്ട് ഞങ്ങൾ അപ്പുറത്തെ ബോഗിക്ക് പോകും. ഇത് നമ്മുടെ സീറ്റല്ല. ഇനി അടുത്ത സ്റ്റേഷനിൽ ആരെങ്കിലും ഇങ്ങോട്ട് വരികയാണെങ്കിൽ അവർ സീറ്റിൽ വരികയാണെങ്കിൽ നമ്മൾ അപ്പുറത്തെ ബോഗിക്ക് പോകും. നമുക്ക് നടുവത്തെ സീറ്റാണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് ഇഷ്ടമുള്ള സീറ്റാണ് സെൻട്രൽ. അപ്പം എന്തായാലും എനിക്ക് ചോദിച്ചു നോക്കാം, പണിക്കാക്കി തരാൻ പറ്റും. നല്ല സുഖം ഇരിക്കാൻ. നമ്മൾ കുറേ കൊള്ളരുത്താവാം. ഇടയിൽ എൻ്റെ ലേസൊക്കെ ഒരു കവർ, ആകെ 3 ലേസ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ പൂരം വളരെ നല്ല രസം. ഞങ്ങളിവിടെ കണ്ടോ ഇപ്പൊ ചെറുതായിട്ട് മൂവ് ചെയ്യുന്നുള്ളൂ കേട്ടോ ട്രെയിന്. ഞങ്ങൾ എല്ലാ കൊല്ലം ആന്ധ്രാപ്രദേശിലോട്ട് പോയിട്ടുണ്ട്. പക്ഷെ കറക്റ്റ് മണത്തൊന്നും ഉണ്ടാവില്ല. എങ്കിലും ഞങ്ങൾ എല്ലാ കൊല്ലം നിർബന്ധമായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അല്ല, ഞങ്ങൾ പോണോ പോണ്ടേന്ന് വെച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ ആന്ധ്രാപ്രദേശിലുള്ള ഒരു ആന്ധ്രാപ്രദേശിലുള്ള എൻ്റെ ഉമ്മച്ചിൻ്റെ മൂത്തമ്മൻ അങ്ങോട്ട് കല്യാണം കഴിച്ചിട്ടുള്ളതാണ് ആന്ധ്രാപ്രദേശ്. അങ്ങനെയാണ് ഞങ്ങൾക്ക് ആന്ധ്രാപ്രദേശുമായി ഭയങ്കര കണക്റ്റിങ്. അപ്പോൾ മൂത്തമ്മൻ അങ്ങോട്ടാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അവരെ ബന്ധുക്കളായിട്ടും കുടുംബക്കാരായിട്ടും നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അവർക്ക് ഞങ്ങൾ എടുക്കുന്ന ഏകദേശം അവർ മലയാളമൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും എല്ലാവരും തന്നെ മലയാളം സംസാരിക്കുന്നതല്ല എങ്കിൽ നമ്മൾ പറഞ്ഞ ഏകദേശം മനസ്സിലാവും. പിന്നെ താത്താൻ്റെ അളിയാക്ക മലയാളം സംസാരിക്കും, അറബി എല്ലാ ഭാഷയും സംസാരിക്കും. പിന്നെ 2 മക്കളൊക്കെ സംസാരിക്കും കേട്ടോ, ഞങ്ങളെല്ലാവരും സംസാരിക്കും. പിന്നെ അവിടെ ഞങ്ങൾക്കൊരു കല്യാണമുണ്ട്. കല്യാണം ആരാ ചോദിച്ചാൽ താത്താൻ്റെ അളിയൻ്റെ അല്ലേ, താത്താൻ്റെ ഞങ്ങൾ ഭയങ്കര സ്നേഹമാട്ടോ അവർക്ക്. അപ്പോൾ എൻ്റെ അമ്മച്ചിൻ്റെ അളിയാക്കാൻ്റെ കാക്കാനുട്ടിയല്ലേ, കാക്കാനുട്ടിൻ്റെ
അനിയുടെ കുട്ടിൻ്റെ എൻ്റെ അമ്മച്ചിൻ്റെ അളിയാക്കാൻ്റെ കാക്കാൻ്റെ കുട്ടീൻ്റെ കല്യാണമാണ് കേട്ടോ. അതായത് എൻ്റെ അമ്മാൻ്റെ താത്താൻ്റെ മാപ്പൻ്റെ കാക്കാൻ്റെ കുട്ടീൻ്റെ കല്യാണമാണ്. ഭയങ്കര ലോങ് ബെത്താണ് ഞങ്ങൾ വരുന്നത്. എങ്കിലും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിക്കും, അവർ ഞങ്ങൾ അങ്ങനെ ക്ഷണിക്കും. ഞങ്ങൾ അങ്ങനെ എല്ലാ കൊണ്ടും പോകാറുണ്ട്. എനിക്ക് അവിടെ ചെന്നാലുള്ള ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഈ ട്രെയിൻ. ഒന്നാമത്തെ കാര്യം ട്രെയിൻ യാത്ര. അങ്ങോട്ട് പോകുന്ന ട്രെയിൻ യാത്രയാണ്. ഇങ്ങോട്ട് ഒരു ട്രെയിൻ യാത്ര എനിക്ക് ഇഷ്ടമല്ല. അങ്ങോട്ട് പോകുന്ന ട്രെയിൻ യാത്ര ഒന്ന്. രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ അവിടുത്തെ ഫുഡ്. ഐ മീൻസ് മസ്റ്റ് ട്രൈ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അവിടുത്തെ ഫുഡ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊന്നും ഇല്ല കേട്ടോ, പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള കാര്യം അവിടുത്തെ ഫുഡ് കഴിക്കാൻ നല്ലത്. ഞാൻ അവർക്ക് പോകുന്നുണ്ടാകും. എന്നിട്ട് അവരുടെ റൈസ് നമ്മളെ റൈസ് പോലെ എന്താ റേഷ് പച്ചരി പോലത്തെ റൈസാണ് അവർക്ക്. അവരാ ബുർത്ത പറഞ്ഞാൽ ഒരു വഴുതനല്ലേ, വഴുതന വെച്ചിട്ട് അവർ ഉണ്ടാക്കുന്ന സംഭവം. പിന്നെ പരിപ്പ് കറി, ഒരച്ചാർ, അവിടുത്തെ ഒരു അച്ചാർ, അങ്ങനെയൊക്കെ അരച്ചു ഉണക്കിയിട്ട് കറിയൊക്കെ ഉണ്ടാക്കും. പിന്നെ അവിടുത്തെ ഫുഡൊക്കെ ആയിട്ട് നമ്മൾ വാട്ടർ വെയിറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വെള്ളം വരെ നമ്മളിവിടുത്തെ ഉള്ളത്, നമ്മളിവിടുത്തെ ചോയല്ല വെള്ളത്തിന് വരെ. അപ്പോൾ അവിടുത്തെ എല്ലാ വിശേഷങ്ങളുമായി നമ്മൾ വീഡിയോയിൽ എല്ലാ എപ്പിസോഡിലായിട്ടും ഇടും. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മുടെ സമയത്തിലായിട്ടുണ്ട് നമ്മൾ റൈസ് ഇട്ടിട്ട് വരുന്നുണ്ട്. വെള്ളം നമ്മൾ 7 മണി. ഇപ്പോൾ 7 മണി ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കണം. കാരണം സീറ്റ് തപ്പണം അങ്ങനെ. അപ്പോൾ ആൾക്കാർ വരുന്നുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകേണ്ടി വരും. കാരണം ഇവിടെ ഫ്രണ്ട്സ് നമ്മളെ സീറ്റ് അല്ല ഇത്, നമ്മളപ്പുറത്തെ ബോഗിയിലാണ്. അപ്പോൾ നമ്മളെ കൂടെ വന്നവരൊക്കെ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും പേടി ആയതുകൊണ്ട് അങ്ങോട്ട് ഞങ്ങൾക്ക് കൺഫേം ആയിട്ടില്ലായിരുന്നു ടിക്കറ്റ്. വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു, പക്ഷെ ഇപ്പോഴാണ് കൺഫേം ആയത്. അപ്പോൾ എൻ്റെ ഉമ്മാന്റെ ടിക്കറ്റ് സീറ്റാണ് അപ്പുറത്ത്. ഉമ്മാനെ ഒറ്റക്ക് വിടാന് അതാണ് ഉണ്ടായത്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് വരാൻ കുറേ ലേറ്റ് ആയിട്ടോ. തലേന്ന് റിസർവേഷൻ ആണ്, തലേന്ന് പോയിട്ട് എടുക്കുന്ന ടിക്കറ്റ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നു. ഇന്നാണ് ഫുഡ് വരെ ഞങ്ങൾ കഴിച്ചിട്ടില്ലായിരുന്നു. ഇപ്പൊ വന്നിട്ടാണ് രാവിലെ ഞങ്ങളൊരു ദോശ കഴിച്ചിട്ട് വന്നതാണ്. ഉച്ചക്കൊന്നും കഴിച്ചില്ല. ഇപ്പൊ ട്രെയിൻ ഇറങ്ങിയിട്ട് ഞങ്ങൾ വേഗം എന്തൊക്കെയോ. നല്ല മഴ ആയിരുന്നു കേട്ടോ. മഴ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. ഇഷ്ടം അങ്ങനത്തെ ഓരോ സാധനങ്ങൾ ട്രെയിനിന്റെ അപ്പുറത്ത് കൂടെ വരും. ചായ കടല അങ്ങനത്തെ ഓരോ സാധനങ്ങൾ. ഞങ്ങൾ ടിക്കറ്റ് നമ്പർ ടിക്കറ്റ് നമ്പർ ആരെടുത്താ കുട്ടിപ്പാനെടുത്താ. എന്താ അറിയോ, ഈ ഫീഡ്ബാക്ക് ഉണ്ടാവില്ല ക്ലീനിങ്ങിൻ്റെ നല്ലതാണ്. റെയിൽവേൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ കറക്റ്റ് മനസ്സിലായിട്ടില്ല. പക്ഷെ ആ കാക്ക മലയാളി ആയതുകൊണ്ട് ഇപ്പോൾ വന്ന കാക്ക മലയാളിയല്ല, പുറത്തെ കാക്ക മലയാളിയാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞു സംഭവം എന്താ വെച്ചാൽ ക്ലീനിങ്ങിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അല്ല, അത് ഒരു റെയിൽവേ സ്റ്റേഷനോടൊക്കെ അങ്ങനെ അറിയിക്കാനായിട്ടുള്ള ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാം എങ്ങനെയുണ്ട് അങ്ങനെ, അതാണ് സംഭവം. പക്ഷേ നമ്മൾ അപ്പുറത്തെ പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മൾ ടിക്കറ്റ് ഇവിടെ അല്ല, എൻ്റെ അനിയൻ്റെ കയ്യിലാണ്. അപ്പോൾ അവിടെ അപ്പുറത്തെ ബോഗിൽ പോകണം, അങ്ങനെ എന്തൊക്കെയോ ആണ്, എനിക്കറിയില്ല. എന്തായാലും കുറച്ച് ദാഹിക്കുന്ന നമ്മളങ്ങനെ സീറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു കണക്കിന് സീറ്റും റെഡി ആയിട്ടുണ്ട്. നൈസ് തന്നെയാണ്. 350 തരാണ്ട് പൈസ എടുത്ത് ആർക്കാ ഞാനൊരു കല കാണിച്ചിട്ടോ. പറഞ്ഞ ശബ്ദം ഇപ്പം നമ്മൾ നാളെ തന്നെയാണ് കേട്ടോ. ഏകദേശം രാത്രി 8:30 ആയിട്ടുള്ളൂ കേട്ടോ. ഇല്ല, കോയമ്പത്തൂർ എത്തിയിട്ടുള്ളൂ. കോയമ്പത്തൂർ കഴിഞ്ഞോ? ഇപ്പം ഏതാ സ്റ്റേഷന്? കഴിഞ്ഞോ? ആ നോക്കട്ടെ, ബോർഡുണ്ടോ ഏതൊന്നും കടമ്പ ഒരു അങ്ങാടി പോലെ ഭയങ്കര ലൈറ്റും അങ്ങനൊക്കെ ഒരു ഇത് നോക്കിയൊക്കെ വെച്ച് കാണിച്ചെടുക്കാൻ. അപ്പോ നമ്മൾ എങ്ങോട്ടാ ന്യൂസേ പോണത്? ആന്ധ്രാപ്രദേശിലേക്ക് നമ്മൾ പോണത്. നമ്മൾ ആന്ധ്രാപ്രദേശിലേക്ക് ചെല്ലാൻ വേണ്ടി ആന്ധ്രാപ്രദേശിലോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് നമുക്ക് എന്ത് താണ്ടണം? ഫസ്റ്റ് നമുക്ക് ബസ് താണ്ടി വന്നു, പിന്നെ ട്രെയിൻ താണ്ടണം. ട്രെയിൻ താണ്ടിയിട്ടില്ല. ഇനി നമുക്ക് അവിടെ നിന്ന് ഒരു ബസ് കയറണം. ഇനി നമുക്ക് എത്ര ബസ് കയറണം ട്രെയിൻ താണ്ടിയിട്ട്? നാളെ ഇപ്പം സമയം എത്ര സമയത്തല്ല
8:30. 8:30 ആയിട്ടുണ്ട്. സമയം വേണ്ടാവില്ല ട്രെയിനിൽ നിന്നിട്ട്. ഇനി നാളെ രാവിലെ എത്ര മണിക്ക് എത്താൻ വെച്ചാൽ 5:30. ഞങ്ങൾ വേറെ ട്രെയിനിൽ കയറിയപ്പോൾ രാവിലെ 11 മണി 10 മണിക്ക് കയറിയ സമയത്ത് ഉച്ചക്ക് 12 മണിക്ക് ഞങ്ങൾ എത്തിയത്. ഞങ്ങൾ എവിടെ ഇറങ്ങിയത്? റെഡുകുണ്ടിയിൽ ഇറങ്ങിയത്. റെഡുകുണ്ട അവിടെ ക്ലോക്കൊക്കെ ഭയങ്കര ലൈറ്റ് കുതിരങ്ങാൻ. അപ്പോൾ ഇന്ന് എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് വൈബ് കിട്ടും. അങ്ങനെ ഗൈസ് നമ്മളിൻ്റെ കസിൻ്റെ അടുത്ത് നിന്ന് സോനപ്പപ്പടി പൊക്കിയിട്ടുണ്ട്. അവിടെ സോനപ്പപ്പടി തന്നിട്ടുണ്ട്. സീറ്റ് ഫുള്ള് കാലി പോയി ആരുമില്ല. എനിക്ക് തോന്നുന്നു കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ആരുമില്ല കേട്ടോ. ആൾക്കാർ ഇന്ന് ഇല്ല, ഫുൾ ആരും ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ നമ്മൾ വിചാരിച്ച ഒരു ബളബളബള ചെന്നാണ് ചില ബോഗിൽ കാണാം. സ്റ്റേഷനിൽ അതൊക്കെ ചെറിയൊരു സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സ്റ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് പറയുന്നു അത്രയ്ക്കും ഇന്ന് അടിക്കാം. മറ്റേതില്ല ഇങ്ങനെ 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 പോകുമ്പോൾ ഇങ്ങനെ 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 കയ്യും ഉള്ളിലേക്ക് എടുത്തോട്ടോ. ഇപ്പുറത്ത് ആരും വീട്ടിലുണ്ടോ? ടേസ്റ്റ് എന്നാ വേണ്ട കഴിച്ചു നോക്കാം. അപ്പോൾ ട്രെയിൻ എന്ന് പറയുന്നത്, ട്രെയിനിനെ കുറിച്ച് റിവ്യൂ പറയാനായിട്ടുണ്ടെങ്കിൽ ട്രെയിൻ യാത്ര ഭയങ്കര ഇഷ്ടമായി കിട്ടോ. രാത്രി യാത്ര. ഞങ്ങൾ ഫ്ലൈറ്റിന് പോയിട്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ട്രെയിൻ യാത്ര. എനിക്ക് കുറേ ദൂരം പോകണം ട്രെയിൻ. ഇപ്പം ചിലർ പറയും ഈ ട്രെയിൻ എന്താ പതുക്കെ പോകണം. എനിക്ക് കുറേ ദൂരം പോകണം ട്രെയിൻ യാത്രയ്ക്ക്. അങ്ങനെ ഞങ്ങൾ എല്ലാ കൊല്ലം ആന്ധ്രാപ്രദേശിലോട്ട് പോകുന്നുണ്ട്. അവിടെ നമുക്കൊരു കല്യാണമാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ കല്യാണമായിട്ട് കുറച്ച് ദിവസം നിൽക്കത്തുള്ളൂ. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾക്കായിട്ട് ആന്ധ്രാപ്രദേശിലെ കല്യാണമൊക്കെ നല്ല രസമായിട്ട്, നമ്മൾ കേരളത്തിലെ കല്യാണം പോലെയല്ല, പക്ഷെ നല്ല അടിപൊളിയായിട്ട് കല്യാണമൊക്കെ നമ്മൾ വീഡിയോസിൽ ഇടുന്നതാണ്. ആന്ധ്രാപ്രദേശിലും ഇവിടുത്തെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഞാൻ കാണുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എന്താണെന്നറിയില്ല, എന്നോട് സംസാരിക്കുന്ന ആളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എന്നാൽ നമ്മൾ ആന്ധ്രാപ്രദേശിൽ എൻ്റെ മൂത്തമ്മാൻ്റെ കുട്ടീൻ്റെ കല്യാണത്തിന് ഞങ്ങൾ ആകെ കുറച്ച് ദിവസം കല്യാണത്തിൽ പോയിട്ടുണ്ട്. പക്ഷെ മൂത്തമ്മാൻ്റെ കുട്ടീൻ്റെ കല്യാണത്തിനാണ് ഞങ്ങൾ ചെറുപ്പത്തിൽ 5 വയസ്സ് കൊച്ചിലെ 5 വയസ്സിലെ സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. അധികമൊന്നും ആയിട്ടില്ല, പോയിട്ടുണ്ടായിരുന്നു. അവിടെ അതിന് വെള്ളം നീങ്ങി തുടങ്ങി. ചെറുതായിട്ട് മൂവ് ചെയ്ത് വരുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പോൾ അപ്പം മൂത്തമ്മാരുടെ കുട്ടീൻ്റെ കല്യാണത്തിനാണ് ഞങ്ങൾ, അതായത് ഭയങ്കര കല്യാണമായിട്ട്, അതായത് അവിടുത്തെ എല്ലാ ആചാരങ്ങളുമായിട്ട് ചെയ്തത്. അപ്പോൾ അവിടെ ഞങ്ങൾ പോയത് നന്നായിട്ട് നല്ല വൈബായിരുന്നു. ഞാൻ 5 വയസ്സായപ്പോൾ പോയതാണ്. അധികം നാളൊന്നും ആയിട്ടില്ല, ഏകദേശം ഒരു 4-5 വർഷമായിട്ടുണ്ടാവും. 4-5 അല്ല, 6 ആയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ അതിന് ആ താത്തക്കൊരു കൊച്ചുണ്ട്, എൻ്റെ മൂത്തമാരെ കുട്ടിയാണ്, സിനു എന്നാണ് പേര്. അവളെ കല്യാണം അടിപൊളിയായിട്ട് ഞങ്ങൾ ചെയ്തു. 3 ദിവസത്തെ പരിപാടിയായിരുന്നു തലേന്ന്. അങ്ങനെ അവിടുത്തെ ആചാരങ്ങളായിട്ടാണ് ആ കല്യാണം നിർവഹിച്ചിട്ടുള്ളത്. ബട്ട് ഇപ്പോൾ നമ്മൾ എൻ്റെ അതൊരു എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. അയൽവാസികളായാലും അടുത്ത കുടുംബത്തിൻ്റെ കല്യാണത്തിനായിട്ടാണ് മൂത്തമ്മാൻ്റെ കുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മൂത്തമ്മാൻ്റെ ഹസ്ബൻഡിൻ്റെ കാക്കാൻ്റെ കുട്ടീൻ്റെ കല്യാണത്തിനാണ്. വളരെ അടുത്ത കുടുംബത്തിൻ്റെ കല്യാണത്തിനാണ്. കുടുംബം വെച്ചത് ഞാൻ ആക്കി പറഞ്ഞതല്ല, അടുത്ത കുടുംബത്തിൻ്റെ കല്യാണത്തിന് നമ്മൾ പോകുന്നത്, കുട്ടിയുടെ കല്യാണത്തിനാണ് പോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് ഇതുപോലത്തെ പരിപാടികളൊക്കെ ഉണ്ടാവും, ഡാൻസ് ഉണ്ടാവും, അങ്ങനെ ഇങ്ങനെ. അതായത് ഇവർ കാണിച്ചത് നമ്മൾ കേരളത്തെ പോലെയല്ല എല്ലായിടത്തെ കല്യാണം ഒന്നും നമ്മുടെ കേരളത്തെ പോലെയല്ല. എനിക്കൊക്കെ പണ്ട് ട്രാവൽസിൻ്റെ യൂട്യൂബ് ചാനൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം യാത്ര എന്ന് പറഞ്ഞാൽ എൻ്റെ വീക്ക്നെസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം യാത്ര. എനിക്ക് മടുക്കത്തേ ഇല്ല, എത്ര പോലെ എനിക്ക് മടുക്കാത്ത സംഭവമാണ് യാത്ര. ഇനി TTR എന്താ പറഞ്ഞറിയോ? ഇന്നൂസിന് 12 വയസ്സ് അല്ല, ഇന്നൂസിന് 18 വയസ്സായിട്ടുണ്ട്. ഇന്നൂസിന്റെ ആധാർ കാർഡൊക്കെ ചോദിച്ചില്ല. 13 വയസ്സല്ല, ഇന്നൂസിന് 18 വയസ്സായിട്ടുണ്ട്. അപ്പൊ ആധാർ കാർഡൊക്കെ ചോദിച്ചിട്ടോ. അപ്പൊ എനിക്ക് ഒരുപാട് സങ്കടം വന്നു. അങ്ങനെ ഇന്നൂസ് ഉറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഗൈസ്. കുറേ പൊട്ടിത്തെറിച്ച് അവസാനം ക്ഷീണിച്ച ആവശ്യമായി ഇന്നൂസ് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നാളെ കാണാം ഇൻഷാ അള്ളാ. നാളത്തെ രാവിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കും. 5:30ക്കാണ് നമ്മളെ ട്രെയിൻ അവിടെ എത്തട്ടോ.
റെണുകുണ്ട പറഞ്ഞ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങുക. അപ്പോൾ ഇന്നൂസ് ഇപ്പോൾ ഉറങ്ങിയതുകൊണ്ടാണ് ഞാൻ എൻ്റെ വോയിസിൽ പറയണത്. ഇത് ഉറങ്ങിയിരുന്നു എൻ്റെ കുട്ടി. ഇത് മുസ്തഹസിനിയാണ് കേട്ടോ. ആണ് ബാഗ് കാണിച്ചു തരാം. ഇതാണ് ആള്. ഇത് എൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടിയാണ് കേട്ടോ. അതായത് ഇന്നൂസിൻ്റെ മൂത്തമ്മാൻ്റെ കുട്ടിയാണ്. അപ്പോൾ ഇന്നൂസ് ഉറങ്ങിന്ന് കേട്ടോ. പക്ഷെ ഞാൻ വിചാരിച്ച് ഉറങ്ങിയെന്ന്. അപ്പോൾ ഉറങ്ങിയിട്ടില്ല, തെറ്റിദ്ധരിച്ചു പോയി. രാത്രിയാണ്, കാണുന്നില്ല. തലയിണ ബാഗാണ് വെച്ചിട്ടുള്ളത്. നേരത്തെ വയറുവേദന ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. വയറുവേദന കുറവുണ്ടോ? ഇന്നൂസ് വയറുവേദന കുറവുണ്ടോ? ഇവിടെ ഭയങ്കര പൊള്ളിണ്ടായിരുന്നു. അത് ന്യൂസ് പറഞ്ഞത് എന്താ വെച്ചാല് കഴിഞ്ഞ വർഷം ഞങ്ങൾ മെയിൽ തന്നെയാണ് കേട്ടോ പോയത്. ഇത് മെയ് അല്ല, ഇത് മെയ് കഴിഞ്ഞ ജൂണാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയത് മെയിലായിരുന്നു. ആ സമയത്ത് ഇന്നൂസ് രാത്രി ഒരു 12 മണിക്ക് ചായ കുടിക്കാൻ എണീറ്റപ്പോ ചൂടുള്ള ചായ, നല്ല ചൂടുള്ള ചായ ആയിരുന്നു. അപ്പൊ ഇന്നൂസിന്റെ കാലിലേക്ക് എൻ്റെ കയ്യിൽ നിന്ന് ചൂടുള്ള ചായ തട്ടി മറന്ന് നന്നായിട്ട് കാലിന് പൊള്ളലേറ്റിരുന്നു. എന്നിട്ട് TTR പോലീസൊക്കെ വന്ന് പിന്നെ അടുത്ത സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പർക്ക് വിളിക്കാൻ പറഞ്ഞു. പിന്നെ അവർ വന്ന് ഇന്നൂസിന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടൊക്കെ എൻക്വയറി ചെയ്തിട്ടൊക്കെയാണ് പോയത് കേട്ടോ. എങ്ങനെയാണ് സംഭവിച്ചത്, എന്താണെന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ പോയത്. ഫോട്ടോ നമ്മ വീഡിയോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമ്മൾ വീഡിയോസ് എടുക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് പണി, ഇങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ചാനലുണ്ട്. അപ്പോൾ ആ യൂട്യൂബ് ചാനൽ നെയിമും കാര്യമൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് കേട്ടോ. അവർ സെർച്ച് ചെയ്യായിരുന്നു, ഏതാണ് ചാനൽ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ചാനൽ പറഞ്ഞു കൊടുക്കുകയാണേ. മിഡിൽ സീറ്റാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ഷെയ്ഡുണ്ട്. പാലക്കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരണം, നിലമ്പൂർ, അങ്ങനെ കുറേ ഇതുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് പറഞ്ഞ സമയം ഇപ്പോൾ ടൈം ഏകദേശം അമ്മച്ചോടെ കടന്നിട്ടുണ്ട്. ഏകദേശം ഒരു 11 മണി ആയിട്ടുണ്ട്. വൈകുന്നേരക്കാലൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് 4 മണിക്കാണ്, 4:30 ആ ടൈമിലാണ് നമ്മുടെ സ്റ്റേഷനിൽ ഇറങ്ങുക. അപ്പോൾ നാളെ നമുക്കിനി കാണാം. ബൈ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നൂസ് നല്ല ഉറക്കമാണ് കേട്ടോ. സമയം രാവിലെ 3:41. എല്ലാവരും ഉറങ്ങാണ്. ലൈറ്റ് ഇടാൻ പറ്റില്ല, കാരണം യാത്ര ചെയ്യല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് ഇനി അരമണിക്കൂർ കഴിഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സ്റ്റേഷൻ എത്തും കേട്ടോ. അപ്പോൾ ഇന്നൂസ് എണീക്കുന്നില്ല. നമ്മുടെ ഷാളൊക്കെ മൂടി പൊതിച്ച് കിടന്നുറങ്ങുകയാണ്. നമുക്കിനി ഇന്നൂസിനൊക്കെ വിളിച്ചിട്ട് കാണാം കേട്ടോ. ഞങ്ങളിപ്പോൾ ഇറങ്ങാനായി, സമയമായിട്ടുണ്ട്. ഞാനിപ്പോൾ എണീറ്റിട്ടുള്ളൂ. ചായ കുടിക്കുകയാണ്. 10 സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങേണ്ടത് കേട്ടോ. ഇപ്പം നമ്മൾ ഈ ട്രെയിനിലൂടെ യാത്ര പറയുന്നത്. യാത്രയ്ക്ക് ആയപ്പോൾ എന്തൊക്കെയോ ബഹളങ്ങളായിരുന്നു. TTR വന്നു, അങ്ങനത്തെയൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉറക്കാതെ കുറേ പോയി. എന്താണെന്ന് അറിയില്ല കേട്ടോ. കുറേ ആൾക്കാർ പുറത്താക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് ഇപ്പോൾ ബസ് ഇറങ്ങിയിട്ട് നമുക്ക് ഇപ്പോൾ ബസ് കിട്ടുകയും അങ്ങനെ കുറച്ച് പണി ചായ വെച്ചിട്ട് അപ്പോൾ ഞങ്ങൾ
ചിലപ്പോൾ സ്റ്റേഷനിൽ എത്തിയിട്ട് അങ്ങനെ വീഡിയോ എടുക്കാം, ചിലപ്പോൾ നമ്മൾ ഇറങ്ങണ വീഡിയോ എടുക്കും. പറ്റില്ലെങ്കിൽ സ്റ്റേഷനിൽ എത്തിയിട്ട് അങ്ങനെ വീഡിയോ എടുക്കാം. എത്തിയിട്ടില്ല, എത്തിയിട്ടുണ്ട്. രാവിലെയാണ്, നേരം വെളുത്തു. ഇപ്പം നമ്മൾ ഇന്നലെയാണ് പോകുന്നത്. ഇന്ന് രാവിലെ ഇപ്പോൾ ഏകദേശം ടൈം ഇപ്പോൾ 5:10 ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ തിരുപ്പതി സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബസ് കയറിയിട്ട് ഇപ്പം നമ്മളിവിടെ തിരുപ്പതി സ്റ്റേഷനിൽ ഇവിടെ എല്ലാവരും വെയിറ്റ്. രാവിലെ 5:10 ആണ് കേട്ടോ ടൈം. നമ്മളങ്ങനെ തിരുപ്പതി, തിരൂരല്ല, സോറി, ഭയങ്കര വലിയ സ്റ്റേഷനാട്ടോ ഗൈസ്. തിരക്കാണ് കേട്ടോ ഗൈസ്, ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. അതിലുള്ള പോണം. നമുക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റൂല, കാരണം അത്രയും തിരക്കാ. കണ്ടോ യാത്രക്കാരൻ. ഇത് ഹാളൊക്കെ തന്നെ കാണുന്നില്ല കേട്ടോ. നമുക്ക് ഏതാ റോഡ് അറിയില്ല കേട്ടോ. ഇതിൽ കാണുന്നുണ്ട്, ഇതിലും കാണുന്നുണ്ട്. അപ്പോൾ ഏതാ വഴിയെന്ന് അറിയില്ല, റൂട്ട് അറിയില്ല. അപ്പോൾ നമ്മൾ അതിലാണ് പോകുന്നത്. നോക്കാം ഏതിലാണ് പോകേണ്ടതെന്ന് അറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ മുമ്പൊക്കെ എത്തിയാണ്. വാ ഇതിലൊരാൾ കൈവിട്ടാൽ പോലും കാണാൻ കഴിയാത്തൊരവസ്ഥയാണ്. അത്രയും ആൾക്കാരാണ് കേട്ടോ ഇവിടെ. കാണുന്നില്ലേ, ഇവിടെ സ്റ്റേഷന് പുറത്തിട്ടിട്ട് ഭയങ്കര തിരക്കായിരുന്നു. നമുക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഇനി നമ്മൾ ഓട്ടോ കയറിയിട്ട് ബസ് കയറാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ നമുക്ക് ഓട്ടോ കയറാൻ ഇപ്പോൾ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. എല്ലാവരും എത്തിയിട്ട് നമുക്ക് ഓട്ടോ കയറാമെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ആൾക്കാർ ഇങ്ങനെ കാണാൻ പറ്റും. മുടിയൊക്കെ പാറി. നമ്മൾ ഓട്ടോയിലാണ് കേട്ടോ പോണത്. കാരണം എന്താ വെച്ചാൽ ബസ് സ്റ്റാൻഡിലേക്കാണ് പോണത്. ഇതിപ്പോൾ നമ്മൾ ട്രെയിൻ ഇറങ്ങിയ സ്ഥലമാണ്. കാരണം ഇവിടെ നമുക്കൊന്നും മനസ്സിലാവുള്ള, ഭാഷ അറിയണില്ല സംസാരിക്കാൻ. ഇവിടെ തെലുങ്കാണ് എല്ലാവരും പറയണത്, ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അപ്പോൾ എൻ്റെ സിസ്റ്ററിനെ വിളിച്ചിട്ടാണ്, ഡ്രൈവറോട് സംസാരിച്ചിട്ടാണ് ഞങ്ങളെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിക്കാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവിടെ കണ്ട അത്രയും തിരക്കാണ് കേട്ടോ, ഇത്രയും ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മലയാളീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് കറക്റ്റ് റേറ്റ് പറയില്ലല്ലോ, എത്രയാണ് ചാർജ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരോട് വിളിച്ചിട്ട് പറയാൻ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോകണം കേട്ടോ. നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. കാല് പുറത്തേക്കിടണ്ടാന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ തിരക്ക് ഏകദേശം കഴിഞ്ഞു കേട്ടോ. തിരുപ്പതിയാണ് കേട്ടോ, തിരുപ്പതി ടൗണിൽ നിന്ന് ഞങ്ങളിപ്പോൾ പോവാണ്. ഇപ്പം നമ്മൾ ഇത് തിരുപ്പതി പറഞ്ഞാൽ ഇത്രയും ആളുകൾ വന്നത് എന്താ വെച്ചാൽ ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. അമ്പലം എന്ന് പറഞ്ഞാൽ ആ അമ്പലത്തിൻ്റെ പേരെന്താ കുട്ടിപ്പ? ആ അമ്പലത്തിൻ്റെ പേരെന്താടാ? KSRTC. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിൻ്റെ ഉള്ളിലോട്ട് പോകണ്ട. ഇതാണ് ഇവിടുത്തെ ടൗണിലത്തെ ബസ് സ്റ്റാൻഡ് കേട്ടോ. നമ്മൾ ചായ അടിക്കാൻ വന്നേന്. നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് വരികയാണ് കേട്ടോ, ഓട്ടോയിലാണ്. ഓ നമ്മൾ ഇങ്ങോട്ട് വന്നിക്കണു. എന്നിട്ട് ഇവിടുന്നാണ് ഇവിടെ നമ്മൾ വലിയ ലോറിയിൽ ഇങ്ങോട്ട് വന്നിട്ട്
നമ്മുടെ നാട്ടിൽ ഇതിന് 35 അങ്ങനെ വില പറഞ്ഞത് 50 രൂപയാണ്. കാരണം ഇത് സ്റ്റേഷൻ ആയതുകൊണ്ടാണ് അത്ര റേറ്റ് വരുന്നത്. അപ്പം നമ്മൾ ചായ കുടിക്കാൻ കയറിയൊക്കെയാണ്. ചായ വാങ്ങിക്കോ. ഇവിടെ ചായൻ്റെ ഗ്ലാസിൻ്റെ വലിപ്പം കാണിച്ചു തരാം. 20 രൂപയാണ് ചായക്ക്. 20 അല്ല 15. ബസ് ബേക്ക് എടുക്കുന്നുണ്ട്. ഇത് KSRTC സ്റ്റാൻഡ് ആട്ടോ. സോറി, APSRTC സ്റ്റാൻഡാണേ. അപ്പം നമ്മൾ ബസ് കയറാൻ അങ്ങോട്ടാ പോകണം കേട്ടോ. നടക്ക്. നല്ല ടേസ്റ്റുള്ള ചായ അല്ലേ? ഞാൻ ബാക്കിലിരിക്കാം. ചക്കം വരും. കണ്ടോ ബസ്സൊക്കെ കേറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സീറ്റിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഞാനും ഞങ്ങൾ 3 പേരുമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മളിതാ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. മീൻസ് ഇത് കണ്ടോ, ഞാൻ ഈ സീറ്റിൽ എനിക്ക് വിൻഡോ സീറ്റ് തന്നെ വേണം. അപ്പോൾ വിൻഡോ സീറ്റിൽ ഇരിക്കുകയാണ്. അപ്പോൾ നെറ്റ് എന്ന സാധനം കിട്ടുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി റേഞ്ച് കിട്ടാൻ വേണ്ടി ഹോട്ട്സ്പോട്ട് ഉണ്ടാക്കണം. വെളിയിൽ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഏതാണ്? ജിയോ ആണ്. നമ്മുടെ എയർടെലാണ്. അപ്പോൾ ഫുള്ള് ഹിന്ദി എഴുതിയതോടെ നമുക്കൊന്നും മനസ്സിലാവണില്ല. ഹിന്ദിയോ തമിഴോ തെലുങ്കിലോ തോന്നുന്നു. തെലുങ്ക് എഴുതിയോണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല സ്ഥലം ഏതൊക്കെയാണ്. നമുക്ക് പിലിയാറല്ലേ, പിലിയാർക്കാണ് പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചിട്ടാണ് കയറിയിട്ടുള്ളത്. അല്ലെങ്കിൽ 1 മണിക്കൂർ നമുക്ക് ബസ്സിൽ യാത്ര ഉണ്ട് പിലിയാർക്ക്. പിന്നെ അവിടുന്ന് വേറെ ബസ് കയറണം. അങ്ങനെ പോകും. ഇപ്പോൾ ഇവിടെ നമുക്ക് KSRTCൻ്റെ ബസ് സ്റ്റാൻഡാണ്. ഇവർക്കൊക്കെ ഓക്കെയാണ്. ഭയങ്കര ആൾക്കൂട്ട് ആണ്. എന്തായാലും നമ്മളെ ബാക്കി വിഷയം എന്താ വെച്ച് ഒരു സ്നാക്സ് ഇട്ടിട്ടുണ്ട്. ഞങ്ങളിതാ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളുടെ മലയൊക്കെ കണ്ടെങ്കിൽ ഇത്രയൊക്കെയാണ്. ഇമ്മച്ചിതാ ബോൾ ചാടിക്കില്ലേ, പറയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങളിവിടെ സമയത്ത് ഓരോ കാലാവസ്ഥയാണ് കേട്ടോ. ഇവിടെ അതായത് മഴയുടെ കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് തണുപ്പ് കിട്ടും. പക്ഷെ ഇപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം രാവിലെയാണ്. രാവിലെ ഏത് ടൈം നമുക്ക് തണുപ്പ് ഉണ്ടാവില്ലേ. നമുക്കിനി അവിടെ ഉച്ചയൊക്കെ ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താണ് മഴയുണ്ടോ വെയിലാണോ. വെയിലായത് നല്ല വെയിലാക്കാരം ഇവിടെ, നല്ല ചൂടാക്കാരം. പിന്നെ മഴയാണെങ്കിൽ നല്ല മഴയാക്കാരം. മഴയും വെയിലും അല്ലാത്ത ഇടയിൽ വേണം. എനിക്ക് ഞാൻ മുടിയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ തമിഴ്നാട് ആ ഒരു സ്ഥലത്തിലാണ്. ഇതുണ്ടോ പിന്നെ ഹോട്ടൽ പോലെ അല്ലേ.
സൈക്കിളും കടച്ചിലും ഇന്നൂസ ക്ഷീണിച്ച് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾക്ക് 1 മണിക്കൂർ യാത്രയാണ്. ഇന്നൂസേ ഗൈസ്, ഇവിടെ ഏകദേശം ടൈം 6 മണി ആയിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്കൊരു 3/4 മണിക്കൂറോളം യാത്ര ഉണ്ട്. ഇന്നൂസ് അവിടെ ഭയങ്കര സംസാരത്തിലാണ്. ഓൾക്ക് ഇപ്പോൾ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ്. ഞാൻ എത്ര പറഞ്ഞിട്ടും വീഡിയോ എടുക്കാൻ നിന്ന് തരുന്നില്ല കേട്ടോ. ഓൾക്ക് ഇപ്പം ഇഷ്ടമില്ലാറപ്പോൾ ഞാൻ തന്നെ വീഡിയോ എടുക്കുകയാണ്. നമ്മൾ ബസ്സിൽ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ, കുറച്ചാൾ മാത്രമേ ഉള്ളൂ. നമ്മളൊരു കാട്ടിലൂടെയാണ് ഗൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കാട്ടിൽ ആരും അറിയാത്തൊരു കാറിനുള്ളിൽ കൂടെ ഇങ്ങനെ പോകും, ചുമ്മാ പറയാതെ. രാവിലെ ഒരു ചെറിയൊരു ഗ്ലാസ് ചായയാണ് കുടിച്ചത്. അപ്പോൾ അതുകൊണ്ട് ന്യൂസിന് തീരെ എനർജി ഇല്ല കേട്ടോ. അപ്പോൾ അവൾക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ ഭയങ്കര ദേഷ്യം വീഡിയോ എടുക്കാൻ പറയുമ്പോൾ. അപ്പോൾ ഞാൻ തന്നെ വീഡിയോ എടുക്കണേ. നിർത്തിയോ? കഥാക്കിയോ? ഒഴിവാക്കിയോ? വേറെന്തേലും ഞങ്ങള് ബസ്സിൽ പോകുന്ന സമയത്ത് ഇവിടെയാണ് ആ സ്ഥലം പറഞ്ഞിട്ട് ഇവിടെ ഇറക്കി. ഇവിടെ അളിയാക്ക് നിൽക്കാന്നാ പറഞ്ഞത്, പക്ഷെ കാണുന്നില്ല കേട്ടോ. ഇവിടെ റോഡാണ്, ആരും ഇല്ല. ഇവിടെ വിജനമായ ഒരു സ്ഥലമാണ് കേട്ടോ. കാരണം ഇവിടെ ആരും കാണുന്നില്ല. ഞങ്ങൾ ഇതെന്താ സംഭവം ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഞങ്ങൾ ബസ്സിൽ കയറിയപ്പോൾ ഇത് ചിന്നകോട്ടിക്കല്ല് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങൾ ബസ് കണ്ടക്ടറോട് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല. പക്ഷെ ഇവർ ഞങ്ങളെ അവിടെ ഹൈവേയിൽ പണി നടക്കുന്നതുകൊണ്ട് ഒരു ഷോട്ടും അതിലൂടെ ബസ് പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ ഇറക്കിയതാണ്. ബസ് ഇതിൽ പോകുന്നുണ്ട്. കുറച്ച് ടൈം ആയിട്ടില്ല. പക്ഷെ എവിടെ ഞങ്ങൾക്ക് ഇറങ്ങേണ്ടതെന്ന് എങ്ങോട്ടാ പോകണമെന്ന് ഒരു ഐഡിയ ഇല്ല. ഇനി ഇതിലെ ബസ് വരുമോയെന്ന് അറിയില്ല. ഇവിടെ മലയാളീസിനെ നമ്മളിവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഫ്രണ്ട്സ്. ആന്ധ്രാപ്രദേശിലെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെയ്ക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല.